അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. 489 ദിവസങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു അന്താരാഷ്ട്ര മത്സരം വിജയിച്ചിരിക്കുന്നു. മാലദ്വീപിനെ ഷിലോങ്ങിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ 3-0 ബ്ലൂ ടൈഗേഴ്സ് തകർത്തത്. ആധികാരികമായുള്ളൊരു വിജയം തന്നെയാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. തുടക്കം മുതൽ അറ്റാക്ക് ചെയ്ത് കളിച്ചാണ് വിജയം നേടിയിരിക്കുന്നത്. മനാലോ മാർക്കോസിന് കീഴിലെ ആദ്യത്തെ വിജയം കൂടിയാണ്. സുനിൽ ഛേത്രി തിരിച്ചുവരവ് ഗംഭീരമാക്കി. റിട്ടയർമെന്റ് തീരുമാനം ഉപേക്ഷിച്ച് വീണ്ടും ഇന്ത്യൻ ടീമിലെത്തിയ 40-കാരൻ ഇന്ത്യക്ക് വേണ്ടി സ്കോർ ചെയ്ത് ഗംഭീരമായുള്ള തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. 3-0 ആധികാരികമായ വിജയം. 35-ാം മിനിറ്റിൽ രാഹുൽ ബേക്കെ സ്കോർ ചെയ്യുന്നു. 66-ാം മിനിറ്റിൽ ലിസ്റ്റൻ കൊലോസയുടെ വക മറ്റൊരു ഗോൾ. പിന്നെ അവസാനം 76-ാം മിനിറ്റിൽ സുനിൽ ഛേത്രി. 3 ഗോളുകളും ഹെഡർ ഗോളുകളായിരുന്നു. അതിൽ ആദ്യത്തെ 2 ഗോളുകളും സെറ്റ് പീസിൽ നിന്നായിരുന്നു. ആദ്യത്തെ ഗോൾ ബ്രാൻഡൻ ഫെർണാണ്ടസിന്റെ കോർണറിൽ നിന്നായിരുന്നു. ഒരു തകർപ്പൻ ഹെഡറിലൂടെ, ഒരു പവർഫുൾ ഹെഡറിലൂടെ രാഹുൽ ബേക്കെ സ്കോർ ചെയ്തത്. പിന്നീടും ഇന്ത്യ തുടരെ അറ്റാക്കുകൾക്ക് വേണ്ടി ശ്രമിച്ചു. മാലദ്വീപ് ബോക്സ് വിറയ്ക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഗോളായിട്ട് മാറിയില്ല. സുനിൽ ഛേത്രിക്കും ചാൻസ് ഉണ്ടായിരുന്നു. ഒരു ഷോട്ട് സുനിൽ ഛേത്രിയുടേത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. പിന്നെ അതുകൂടാതെയും വേറെ 1-2 ചാൻസസ് ഉണ്ടായിരുന്നു. മഹേഷ് സിംഗ് മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ ഒന്നും പറയേണ്ട, ലിസ്റ്റൻ കൊലോസയുടെ ഭാഗത്ത് നിന്ന് ഒരു ഗംഭീരമായുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. ലിസ്റ്റൻ കൊലോസ വളരെ ഡിസേർവ് ചെയ്യുന്ന ഒരു ഗോൾ തന്നെയായിരുന്നു 66-ാം മിനിറ്റിൽ നേടിയത്. മഹേഷ് സിംഗിന്റെ കോർണറിൽ നിന്നായിരുന്നു കൊളോസയുടെ ഒരു വളരെ നീറ്റായിട്ടുള്ള ഹെഡർ. അദ്ദേഹം CR7 ഗോൾ ആഘോഷമൊക്കെയാണ് നടത്തിയത് അതിനു ശേഷം. പിന്നെ അവസാനം സുനിൽ ഛേത്രിയും ഒരു ഹെഡറിലൂടെ തന്നെ സ്കോർ ചെയ്തു. ആ ഒരു ഗോളിന് വഴിയൊരുക്കിയത്, ആ ഒരു ക്രോസ് നൽകിയത് ലിസ്റ്റൻ കൊലാസോ ആയിരുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഫാറൂഖ് ചൗധരി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഇനി ഒരു ക്രൂഷ്യൽ മത്സരമാണ് വരുന്നത്. കാരണം AFC ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നതിൽ നിർണായകമാകാൻ പോകുന്ന ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം. അപ്പൊ ആ ഒരു ക്വാളിഫയർ മത്സരവും ഷിലോങ്ങിൽ തന്നെയാണ് നടക്കുന്നത്. മാർച്ച് 25-നാണ് മത്സരം. അതിന് മുന്നോടിയായിട്ട് ഇന്ത്യക്ക് ഒരു വിജയം അത്യാവശ്യമായിരുന്നു. എന്തായാലും ടീമിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു വിജയം തന്നെയാണ് മാലദ്വീപിനെതിരെ നേടിയിരിക്കുന്നത്. പിന്നെ മാലദ്വീപ് 162-ാം സ്ഥാനത്താണ് ലോക റാങ്കിങ്ങിൽ, ഇന്ത്യ 126-ാം സ്ഥാനത്താണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു വിജയം നേടാൻ സാധിച്ചു. അത്യാവശ്യം ആധികാരികമായുള്ള ഒരു വിജയം നേടാൻ സാധിച്ചു. ശരിക്കും ഇന്ത്യക്ക് ഇതിലും വലിയൊരു മാർജിനിൽ വിജയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ മാലദ്വീപ് ആദ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓപ്പൺ പ്ലേ ഡിഫെൻഡ് ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ സ്കോർ 3-0 എന്നുള്ള രീതിയിലേക്കെങ്കിലും ഒതുങ്ങിയത്. ഇനിയിപ്പം ബംഗ്ലാദേശിനെതിരെ മത്സരത്തിൽ ഇപ്പം എല്ലാ ശ്രദ്ധയും ഹംസ ചൗധരിയിലാണ്. കാരണം ഹംസ ചൗധരി ബംഗ്ലാദേശിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളതാണ്. ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. നിലവിൽ ലോണിൽ ആണ് അദ്ദേഹം ഷെഫീൽഡിന് വേണ്ടി കളിക്കുന്നത്. ഇംഗ്ലീഷ് 2ാം ഡിവിഷൻ ലീഗിലാണ് നിലവിൽ കളിക്കുന്നത്. പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ഉള്ള വളരെ പ്രശസ്തനായ പ്ലെയറാണ് ഹംസ ചൗധരി. അപ്പോൾ ഹംസ ചൗധരി ബംഗ്ലാദേശിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളതാണ് അടുത്ത മത്സരത്തിലുള്ള ഹൈപ്പ്. പക്ഷേ ബംഗ്ലാദേശ് ലോക റാങ്കിങ്ങിൽ, ഫിഫ റാങ്കിങ്ങിൽ 185-ാം സ്ഥാനത്താണ്. മാലദ്വീപിനും താഴെയാണ് നിലവിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ആധികാരികമായി തന്നെ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ്. കാരണം AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിനോട് പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ സാധ്യതകളൊക്കെ വലിയ രീതിയിൽ മങ്ങലേൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും ഇന്ത്യ ഒരു ഗംഭീര വിജയം നേടിയിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കാം.